5 പേർക്ക് പുതുജീവനേകി 10 മാസം പ്രായമുള്ള ആലൻഷറിന് ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നാട് വിട നൽകും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിൽ 3:30 സംസ്കാരം നടക്കും. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നു. മിഥുൻ മുരളി, ഓർമ്മകളെ ഒരു നക്ഷത്രമാകാൻ മാറുകയാണ് 10 മാസം മാത്രം പ്രായമുള്ള ആലൻഷറിന് ഔദ്യോഗിക ബഹുമതികളോടെ നാട് വിട ചൊല്ലും. ഇപ്പോൾ പൊതുദർശനം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമലെ, കുഞ്ഞു ജീവിതം വലിയ പ്രത്യാശകൾ നൽകി നാടിനോട് വിട പറയുമ്പോൾ ഈ നാട് ഒന്നാകെ ആലിൻ ഷെറിൻ എബ്രഹാം എന്നുള്ള ആ 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ പൊതുദർശനം ആരംഭിച്ചു. രാവിലെ 7:30 ആശുപത്രിയിൽ നിന്നും മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പൊതുദർശനത്തോടൊപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 3 മണി വരെയാണ് നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. നിരവധി ആളുകൾ, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ്, കുഞ്ഞു ജീവിതമായിരുന്നു, പക്ഷേ പുതുജീവിതം പ്രത്യാശ നൽകുന്നത് നിരവധി ജീവിതങ്ങൾക്കാണ്. 5 ജീവിതങ്ങൾക്ക് പുതുജീവിതം നൽകിക്കൊണ്ടാണ് ആ മാലാഖ കുഞ്ഞ് ആലിൻ ഷെറിൻ എബ്രഹാം നാടിനോട് ജീവിതത്തോട് വിട പറയുന്നത്. ആലിൻ്റെ കരൾ, വൃക്കകൾ, ഹൃദയവാൽവ്, നേത്രപടലങ്ങൾ എന്നിവ 5 കുഞ്ഞുങ്ങൾക്കാണ് പുതുജീവൻ നൽകുന്നത്. ഏറ്റവും ദുഃഖപൂർണമായിട്ടുള്ള മുഹൂർത്തത്തിലൂടെ, നിമിഷങ്ങളിലൂടെ ഈ കുടുംബം കടന്നു പോകുമ്പോഴും പ്രത്യാശയുടെ ആ തീരുമാനമെടുക്കാൻ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നാട്, കേരളം ഒന്നാകെ ഈ കുടുംബത്തെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. അവരുടെ കണ്ണീരിനൊപ്പം ഈ നാടും ചേരുകയാണ്. നിരവധി ആളുകൾ ആശുപത്രിയിൽ തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഇപ്പോൾ അതുതന്നെയാണ് കേരളത്തിലെ ഒരേ സമയം നൊമ്പരവും അതോടൊപ്പം തന്നെ അഭിമാനവുമായി മാറിയ ആലൻഷറിന് നാടൊന്നാകെ വിട ചൊല്ലുകയാണ്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഒരു ദുഃഖത്തിലും 5 പേർക്ക് പുതുജീവനേകാൻ അവയവദാനത്തിന് ഒരുങ്ങിയ ആ മാതാപിതാക്കൾക്ക് നാട് നൽകുന്ന ആദരമാണ് പൊതുദർശനത്തിന് എത്തിച്ചേരുന്ന ആ ജനക്കൂട്ടം. ദൃശ്യങ്ങളിൽ കാണാം. കുഞ്ഞു മാലാഖയ്ക്ക് വിട നൽകാൻ ഒരു നാടാകെ ഒഴുകിയെത്തുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് നാട് വിട ചൊല്ലുന്നത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളി സെമിത്തേരിയിൽ 3:30 സംസ്കാരം നടക്കുക. മിഥുൻ, തുടരാം. അമല, പുതുജീവിതം 5 കുഞ്ഞുങ്ങൾക്ക്, 5 ജീവിതങ്ങൾക്ക് പുതുജീവിതം നൽകിക്കൊണ്ടാണ് നാടിൻ്റെ ഈ മാലാഖ കുഞ്ഞ് വിട പറയുന്നത്. നിരവധി ആളുകൾ രാവിലെ മുതൽ തന്നെ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലേക്ക് പൊതുദർശനം ആരംഭിച്ചപ്പോൾ മുതൽ എത്തുന്നു. രാവിലെ പല്ലപ്പള്ളിയിലെ ആശുപത്രിയിൽ നിന്നും ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിച്ചു. ആ നിമിഷം മുതൽ തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകളും ഒപ്പം തന്നെ പൊതുദർശനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 3:30 വരെയാണ് പൊതുദർശനം വീട്ടിൽ നടക്കുന്നത്. അതിനുശേഷം നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലേക്ക് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുപോകും. 5 ജീവിതങ്ങൾക്ക് പുതുജീവിതം നൽകിക്കൊണ്ടാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ആ 10 മാസം പ്രായം മാത്രമുള്ള ആ മാലാഖ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്നത്. ആലിൻ്റെ കരൾ, വൃക്കകൾ, ഹൃദയവാൽവ്, നേത്രപടലങ്ങൾ എന്നിവ 5 കുഞ്ഞുങ്ങൾക്ക് പുതുജീവിതം നൽകുമ്പോൾ അത് പ്രത്യാശയുടെ, പ്രതീക്ഷയുടെയൊക്കെ ഒരു മാലാഖയായി ഈ ആലിൻ്റെ ജീവിതം മാറുന്നു എന്നുള്ളതാണ്. കുഞ്ഞു ജീവിതമായിരുന്നു, പക്ഷേ വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ഈ മാലാഖ കുഞ്ഞ് ലോകത്തോട് വിട പറയുന്നത് എന്നുള്ളതാണ്. ഈ നാടിനെ കണ്ണീരിലാക്കുകയാണ്. ഏറ്റവും തീവ്രമായിട്ടുള്ള ദുഃഖത്തിലൂടെയാണ് മാതാപിതാക്കൾ കടന്നു പോകുന്നത്. പക്ഷേ ആ ഒരു നിമിഷത്തിലും, സങ്കടപ്പെടുത്തുന്ന ആ നിമിഷത്തിലും വളരെ ധൈര്യപൂർവ്വം ഒരു തീരുമാനത്തിൽ എത്താൻ, ഈ അവയവദാനം നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നാടിൻ്റെ ആദരം, നാടിൻ്റെ മാലാഖ കുഞ്ഞായി ആ കുഞ്ഞ് മാറുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ആളുകൾ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു. ഔദ്യോഗിക ബഹുമതികളോട് കൂടി തന്നെയാണ് ഈ കുഞ്ഞിന്, ആലിൻ ഷെറിൻ എബ്രഹാമിന് വിട നൽകുക, കേരളം വിട നൽകുക. വൈകിട്ട് 3 മണിക്ക് സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ
ഔദ്യോഗിക ബഹുമതികളും ഉണ്ടാകും. ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് കോട്ടയത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ ആലിൻ ഷെറിൻ കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിക്കുകയാണ്. 5 പുതുജീവിതം, 5 മനുഷ്യ ജീവിതങ്ങൾക്ക് പുതുജീവിതം നൽകിക്കൊണ്ട് ഈ ആലിൻ ഷെറിൻ എബ്രഹാം വിട പറയുമ്പോൾ അത് നാടിൻ്റെ നൊമ്പരമായി മാറുന്നു. ഒപ്പം തന്നെ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ അവയവദാനത്തിൻ്റെയും ഒക്കെ ആ ഒരു പുതുജീവിതം കൂടി ഈ മാലക കുഞ്ഞിന് 5 പുതുജീവിതങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നാടിൻ്റെ മാലാഖ കുഞ്ഞായി ഈ ആലിൻ ഷെറിൻ എബ്രഹാമിനെ മാറ്റുന്നത് എന്നുള്ളതാണ്. കുഞ്ഞു ജീവിതമായിരുന്നു, പക്ഷേ നിരവധിയായിട്ടുള്ള പുതുജീവിതം, പ്രത്യാശകൾ ഒക്കെ നൽകിക്കൊണ്ടാണ് ഈ ലോകത്തോട് ആലിൻ ഷെറിൻ എബ്രഹാം വിട പറയുന്നത്. പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഇപ്പോൾ വീട്ടിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം വരെ ഈ വീട്ടിൽ പൊതുദർശനം പുരോഗമിക്കുമ്പോൾ നിരവധിയായ ആളുകൾ, കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യവും വീട്ടിൽ ഉണ്ടാകും. എന്തായാലും പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിൻ്റെയും ഷെറിൻ ആൻ ജോണിൻ്റെയും ഏക മകളാണ് അലിൻ. കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് മൃതദേഹം യാത്രയാക്കുകയും ഒക്കെ ചെയ്തത്. ഏറ്റവും ദുഃഖപൂർണമായിട്ടുള്ള നിമിഷത്തിലൂടെ നാട് കടന്നു പോണു. ഒപ്പം തന്നെ കുഞ്ഞിനോടുള്ള ബഹുമാനം, ആദരവ് ഒക്കെ ഈ നാടിനുണ്ട്. ആ സ്നേഹം, കണ്ണീരിൽ പൊതിഞ്ഞ ആ സ്നേഹം ആ കുഞ്ഞിന് നൽകുകയാണ് ഈ നാട് ഒന്നാകെ. നാടിൻ്റെ മാലാഖ എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ആ പൊന്നോമനയ്ക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി, കുഞ്ഞിൻ്റെ ഭൗതികദേഹം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ആ സ്നേഹം, പ്രാർത്ഥന എല്ലാം അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധിയായ ആളുകൾ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ഒരു നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു ജീവിതം, 10 മാസം പ്രായം മാത്രമുള്ള ജീവിതം, ആ ജീവിതം എത്രയോ വലിയ ഉദാഹരണമാണ്, എത്രയോ വലിയ പ്രത്യാശയാണ് മനുഷ്യ ജീവിതത്തിന്, ലോകത്തിന് മുഴുവനായി നൽകുന്നത് എന്നുള്ളതാണ്. ആ ദുഃഖപൂർണമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ ഫെബ്രുവരി 10-ന് അപകടം നടന്ന അതിനുശേഷമുള്ള ദിവസങ്ങൾ ഏറ്റവും ദുഃഖപൂർണമായിരുന്നു ആ കുടുംബത്തിന്. പക്ഷേ ആലിൻ്റെ മാതാപിതാക്കൾക്ക്, അരുൺ എബ്രഹാമിനും ഷെറിൻ ആൻ ജോണിനും ഒരു തീരുമാനമെടുക്കാൻ, അവയവദാനം എന്നുള്ള ആ തീരുമാനമെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് 5 ജീവിതങ്ങളെ പുതു ജീവിതത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയത്. അത് തങ്ങളുടെ മകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയായി, നാടിൻ്റെ ആദരവായി, സ്നേഹമായൊക്കെ ഇപ്പോൾ ഈ വീട്ടുമുറ്റത്ത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സംസ്കാര ശുശ്രൂഷ ചടങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ വീട്ടിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. മതപരമായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളും അനുശോചനം വിവിധ മേഖലകളിൽ നിന്നുള്ള, രാഷ്ട്രീയ, മത, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകൾ എത്തി കുഞ്ഞിന് അറിയിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. വലിയ തിരക്ക് വരും മണിക്കൂറുകളിലും കുഞ്ഞിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്തും എന്നുള്ള കാര്യവും ഉണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ ഈ പൊതുദർശനത്തിൻ്റെ സമയമാണ്. അതിനുശേഷം വൈകിട്ട് 3 മണിയോട് കൂടിയാണ് നെടുങ്ങാടപ്പള്ളി സെൻറ്റ് തോമസ് CSI പള്ളിയിലേക്ക് മൃതദേഹം മാറ്റുകയും ചെയ്യുന്നത്. നിരവധി ആളുകൾ എത്തുന്ന മുഹൂർത്തത്തിൽ കൂടെ ആ കുഞ്ഞിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി, ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, ആ കുഞ്ഞു ജീവിതത്തിന് വലിയ പ്രത്യാശകൾ, പ്രതീക്ഷകൾ, ലോകത്തിന് വലിയ മാതൃകകൾ നൽകി വിട പറയുന്ന ആ മാലാഖ കുഞ്ഞിന്, ആലിൻ ഷെറിൻ എബ്രഹാമിന് അവസാനമായി ആദരാഞ്ജലി അർപ്പിക്കുക എന്നുള്ളത് നാടിൻ്റെ കടമയാണ്. നാടിൻ്റെ സ്നേഹമാണ്, നാടിൻ്റെ പ്രാർത്ഥനയാണ് ആ കുഞ്ഞിന് ഈ ഒരു നിമിഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നാട് ഒന്നാകെ കുഞ്ഞിനോടൊപ്പം, ആ മാതാപിതാക്കൾക്കൊപ്പം പ്രാർത്ഥനയിൽ ചേരുകയാണ്, മാതാപിതാക്കൾക്കൊപ്പം ആദരവ് അർപ്പിക്കുകയാണ്. ആ ഒരു മുഹൂർത്തത്തിൽ, നിമിഷങ്ങളിലൂടെയാണ് നാട്, മല്ലപ്പള്ളി ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ വീട്ടിലേക്ക് എത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും ഔദ്യോഗിക ബഹുമതികൾ വൈകിട്ട് 3:30 ഉണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതികളോടുകൂടിയാണ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവിന് ഗാർഡ് ഓഫ് ഓണർ ഔദ്യോഗിക ബഹുമതികൾ നൽകിയായിരിക്കും ആ മാലാഖ കുഞ്ഞിനെ യാത്രയാക്കുക. കരളും വൃക്കകളും ഹൃദയവാൽവും നേത്രപടലങ്ങളുമെല്ലാം 5 പുതിയ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുകയാണ്, പ്രതീക്ഷ നൽകുകയാണ് ലോകത്തോട് ആദ്യം വിട പറയുന്നത്. ആ ആദരവ്, ആ ഒരു സ്നേഹം, ആ ഒരു പ്രാർത്ഥന ഒക്കെ ആ കുഞ്ഞ് ജീവിതത്തിന് അർപ്പിച്ചുകൊണ്ട് നാട് ഒന്നാകെ ആലിൻ്റെ
ഈ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തുന്നു. പ്രാർത്ഥനകൾ അറിയിക്കുന്നു. മതപരമായിട്ടുള്ള ചടങ്ങുകൾ വീട്ടിൽ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. ആ ഒരു നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. കണ്ണീര് ഓർമ്മയാകുകയാണ്. ഒപ്പം ആദരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും എല്ലാം പ്രതീകമായ ഒരു വലിയ പ്രത്യാശയായി മാറുകയാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന ഈ മാലാഖ കുഞ്ഞ് എന്നുള്ളതാണ് അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. അതുകൊണ്ട് തന്നെ അത്രയും ബഹുമാനം, അത്രയും ആദരം, അത്രയും പ്രാർത്ഥനകൾ നാടിൻ്റെ ആദരവ് ഈ കുഞ്ഞ് അർഹിക്കുന്നു. അത് ഒന്നാകെ, ഈ നാട് ഒന്നാകെ ആ കുഞ്ഞിന് നൽകുകയാണ് ഈ ഒരു നിമിഷം എന്നുള്ളതാണ്. എന്തായാലും നിരവധിയായിട്ടുള്ള ആളുകൾ പ്രാർത്ഥനാ ശുശ്രൂഷ ചടങ്ങുകൾ എല്ലാം വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 3 മണി വരെ വീട്ടിൽ ഉണ്ടാകും. മൃതദേഹം പൊതുദർശനം തുടരും. അതിനുശേഷം 3:30 CSI നെടുങ്ങാടപ്പള്ളി സെൻറ് തോമസ് CSI പള്ളിയിലേക്ക് കൊണ്ടുപോയി ഗാർഡ് ഓഫ് ഓണർ ഉൾപ്പെടെയുള്ള ബഹുമതികളോടുകൂടി വീട് കുഞ്ഞിന് നാട് വിട പറയുകയാണ്. 4 പേരുടെ ജീവിതത്തിൽ വീണ്ടും സ്പന്ദനം സൃഷ്ടിച്ചുകൊണ്ട് ആ കുഞ്ഞ്, ആ മാലാഖ കുഞ്ഞായി ഈ ലോകത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള പ്രത്യാശയാണ് ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരിൽ നിന്നും, ആ പ്രാർത്ഥനകളിൽ നിന്നും, വാക്കുകളിൽ നിന്നുമെല്ലാം നമുക്ക് കണ്ണീരോടെ എല്ലാവരും ആ കുഞ്ഞിനെ ഓർത്തെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അമല് തന്നെയാണ് ആലിൻ ഷെറീഫിന് വിട നൽകുകയാണ് നാട്. കഴിഞ്ഞ ദിവസം മുതൽ രാഷ്ട്രീയ സാംസ്കാരിക കേരളത്തിലെ പ്രമുഖരടക്കം ആലിന് ആദരാഞ്ജലി അർപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. കൂട്ടത്തിൽ നടൻ മോഹൻലാൽ പങ്കുവച്ചൊരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: തൻ്റെ സഹജീവികളായ ചില കുരുന്നു ജീവനുകൾക്ക് പുനർജന്മത്തിൻ്റെ പ്രതീക്ഷകൾ നൽകിയാണ് ആലിൻ ഷെറീഫ് എന്ന കുഞ്ഞു മാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആലിൻ മോളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനമെടുത്ത മാതാപിതാക്കളായ അരുണും ഷെറിനും മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ ലോകം മനോഹരമായി നിലനിൽക്കുന്നത് തന്നെ ഇതുപോലുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവെളിച്ചം കൊണ്ടാണ്. ആലിൻ ഇനിയും ജീവിക്കും, അവളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ മാത്രമല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ കൂടിയും. നടൻ മോഹൻലാൽ പങ്കുവച്ച കുറിപ്പാണ്. ഈ കുറിപ്പിൽ പറയുന്നത് പോലെ തന്നെ ഹൃദയം നുറുങ്ങുന്ന വേദനയിലും മറ്റുള്ളവർക്ക് ജീവൻ നൽകാൻ തീരുമാനിച്ച ആലിൻ്റെ മാതാപിതാക്കളുടെ തീരുമാനം മാനവരാശിക്കൊരു മാതൃക തന്നെയാണ്. ആലിനൊരു നിത്യനക്ഷത്രമായി മാറുമെങ്കിൽ ആലിൻ്റെ മാതാപിതാക്കളുള്ള നന്ദിയും കടപ്പാടും 4 കുഞ്ഞുങ്ങളടക്കമുള്ള ആ ഒരു 5 പേരുടെ കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ കേരളക്കരയും എക്കാലവും ഓർത്തിരിക്കും. അല്ലേ ഇത്? തീർച്ചയായും അമൽ, അങ്ങനെ തന്നെയാണ്. സാംസ്കാരിക കേരളം ഒന്നാകെ ആലിനെ ഓർക്കുന്നത് പോലെ തന്നെ ചില ജീവിതങ്ങൾ വർഷങ്ങൾ കൊണ്ടല്ല, വിലപ്പെട്ട നിമിഷങ്ങൾ കൊണ്ടാണ് അളക്കപ്പെടുന്നത്. ആലിൻ എന്നും മലയാളികൾ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടും. കേരളത്തിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു നക്ഷത്രമായി ആലിൻ ഉണ്ടാകും. നേരത്തെ ആ മഹാനടൻ്റെ വാക്കുകളിലൊക്കെ പറഞ്ഞതുപോലെ മാനവരാശിക്ക്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രത്യാശയോടുകൂടി ഇടപെടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് മനുഷ്യ ജീവിതത്തിനെ അർത്ഥപൂർണ്ണമാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം, 10 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ആ ജീവിതം, അത് എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, വിലപ്പെട്ട ആ നിമിഷങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക്, മാനവരാശിക്ക്, മനുഷ്യ ജീവന് നൽകിയ, പകുത്തു നൽകിയ ആ പുതുജീവിതം പ്രത്യാശ കൊണ്ടൊക്കെയാണ് ആലിൻ ജോസ് ഇനിയുള്ള ആ കുഞ്ഞ്, മാലാഖ കുഞ്ഞ് ഇനി ഓർമ്മിക്കുക എന്നുള്ളതാണ്. 10 മാസം മാത്രം ഭൂമിയിൽ നടന്നുപോയ ഒരു കുഞ്ഞ്, പക്ഷേ അവൾ പിന്നിൽ വെച്ചുപോയത് മനുഷ്യ സ്നേഹത്തിൻ്റെ ശാശ്വതമായ അടയാളമാണ്. ഒരു ചെറുമാലാഖ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഒരു നാട് ഒന്നാകെ കണ്ണീരോടുകൂടി ആ കുഞ്ഞിന് വിട പറയുന്നു. ആ കുഞ്ഞിന് സ്നേഹ ആദരങ്ങളുമായി ഈ വീട്ടിലേക്ക് ഒഴുകി എത്തുന്നു. ആ കുഞ്ഞിൻ്റെ ദാനം 4 ഹൃദയങ്ങളിൽ ഇനിയും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു പ്രത്യാശയായി മാനവരാശിക്ക്, മനുഷ്യരാശിക്ക്, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് നൽകാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റത്തെ അമൂല്യമായ ഒന്നായി മാറുകയാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതം എന്നുള്ളതാണ്. ദുഃഖം ഉണ്ട്, ദുഃഖം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരുടെയും മുഖത്ത് ദുഃഖം തളം പക്ഷേ ഒരു പ്രത്യാശയും മറ്റൊരിടത്ത് ഉണ്ട്. പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ കുഞ്ഞ് മാലാഖ ലോകത്തോട് വിട പറയുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഒരു വശത്ത് ദുഃഖവും മറ്റൊരു വശത്ത് പ്രത്യാശയും ഈ സംസ്കാര ചടങ്ങുകൾക്ക് ഉണ്ട്. അതിന് കാരണക്കാരിയായ ആ മാലാഖ കുഞ്ഞിനെ
സ്നേഹത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും ആദരവോടുകൂടി വന്ദിക്കുകയാണ്, ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ ലോകം. ആലിൻ ഷെറിൻ അബ്രഹാമിൻ്റെ ആ ചെറിയ ജീവിതം പക്ഷെ നൽകുന്ന ആ വലിയ സന്ദേശം അത് തന്നെയാണ് ഈ കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മൾ മിഥുൻ, ഒരു 5 പേർക്ക് പുതുജീവനേകിയാണ് 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ വിട വാങ്ങുന്നത്. ആലിന് ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് നാട് വിട ചൊല്ലും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSA പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. 3:30 സംസ്കാരം നടക്കും. വിവരം നൽകുകയായിരുന്നു മിഥുൻ മുരളി.